കോപത്തിൻ്റെ ജ്വാല അതിനെ പിടിക്കുന്നവനെ തന്നെ ദഹിപ്പിക്കുന്നു. ക്ഷമയുടെ ജലം കൊണ്ട് അതിനെ കെടുത്തിക്കളയുക. അപ്പോൾ നിങ്ങൾക്ക് ഒരല്പം ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നതായിരിക്കും. ഏറ്റവും വലിയ സമ്പത്ത് കുറഞ്ഞതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ ശീലിക്കുന്നതാണ്. കാരണം ആഗ്രഹങ്ങൾ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നു. ലാളിത്യം ആത്മാവിന് സ്വാതന്ത്ര്യം നൽകുന്നു. മരം അതിനെ മുറിക്കുന്നവന് പോലും ഫലവും തണലും നൽകുന്നു. അതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ദയ അഭ്യസിക്കുക. അത് ഏറ്റവും ഉയർന്ന ധർമ്മമാണ്. ജീവിതം ഒരു നദി പോലെയാണ്. അത് മുൻപോട്ട് മാത്രമേ ഒഴുകുകയുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പിറകോട്ട് തിരിയരുത്. മാറ്റത്തെ സ്വീകരിക്കുക. കാരണം അതിനെ ചെറുക്കുന്നത് കഷ്ടതകളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. യഥാർത്ഥ ജ്ഞാനം കണ്ടെത്തുന്നത് പുസ്തകങ്ങളിലോ അധ്യാപകരിലോ അല്ല, മറിച്ച് മനസ്സ് നിശ്ചലമാക്കി ഹൃദയം തുറക്കുന്ന ശാന്തമായ ചിന്തയുടെ നിമിഷങ്ങളിലാണ് അതുള്ളത്. പൊള്ളയായ 1000 വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒറ്റ വാക്കാണ്. നിങ്ങളുടെ വാക്കുകളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. കാരണം അവയ്ക്ക് സുഖപ്പെടുത്താനും ഉപദ്രവിക്കാനും ശക്തിയുണ്ട്. നമ്മളായി തീരുന്നതെന്തും നമ്മുടെ ചിന്തകളുടെ ഫലമാണ്. ഒരു മനുഷ്യൻ അശുദ്ധമായ മനസ്സോടുകൂടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ചക്രം കാളയുടെ കാൽ പിന്തുടരുന്നത് പോലെ കഷ്ടപ്പാടുകൾ അവനെ പിന്തുടരുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ ശുദ്ധമായ മനസ്സോടുകൂടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സന്തോഷം അവനെ വിട്ടുമാറാതെ നിഴൽ പോലെ പിന്തുടരുന്നതായിരിക്കും. വിദ്വേഷം കൊണ്ടല്ല, സ്നേഹം കൊണ്ട് മാത്രം അവസാനിക്കുന്നു. ഇതാണ് നിത്യനിയമം. കോപത്തെ സ്നേഹം കൊണ്ടും നന്മയെ നന്മ കൊണ്ടും നുണയെ സത്യം കൊണ്ടും ജയിക്കുക.